ഓക്കേ, ഇതിനു മുമ്പ് നമ്മൾ ഇന്ത്യൻ അനിമേഷൻ മൂവീസ് എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിൽ ഒട്ടും തന്നെ നല്ല ക്വാളിറ്റിയുള്ള അനിമേഷൻ മൂവീസ് വരുന്നില്ല എന്നാണ് നമ്മൾ അതിനകത്ത് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഈ അനിമേഷൻ, VFX അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇന്ത്യൻ സിനിമയിൽ വലിയൊരു മാറ്റം കാണാൻ പറ്റിയിട്ടുണ്ട്. കാരണം മുമ്പുള്ള പടങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ സ്റ്റാർസിനാണ് കൂടുതൽ വാല്യൂ ഉള്ളത്, സ്റ്റാറും അതിൻ്റെ കഥയ്ക്കും. പക്ഷെ അതിനകത്ത് കൊടുക്കുന്ന VFX അല്ലെങ്കിൽ ചെറിയൊരു അനിമേഷനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് പോലും ഒട്ടും ഒരു പ്രയോറിറ്റി കൊടുത്തിരുന്നില്ല ഇന്ത്യൻ ഫിലിംസ്. ഇപ്പം ഏത് പടം എടുത്തു നോക്കിക്കഴിഞ്ഞാലോ ലാസ്റ്റ് അതിൻ്റെ ഒരു ഔട്ട്കം വന്നു കഴിയുമ്പോൾ ഇതെന്ത് തേങ്ങയാന്നുള്ള രീതിയിലാണ് നമ്മൾ അതിനെ കണ്ടിട്ടുണ്ടായിരുന്നത്. എനിക്കങ്ങനെ കേട്ടോ പേഴ്സണലി ഫീൽ ചെയ്തിരുന്നത്. ഒട്ടും ക്വാളിറ്റി ഇല്ലാത്ത സാധനങ്ങളായിരുന്നു ഇന്ത്യൻ സിനിമയിൽ പടച്ചു വിട്ടുകൊണ്ടിരുന്നത്. ഇപ്പം ഈ ലാസ്റ്റ് ഇറങ്ങിയ കുറേ പടങ്ങൾ, എൻ്റെ ഒരു ഫേവറേറ്റ് VFX ഉള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ളതിൽ ഇന്ത്യയിൽ ഇറങ്ങിയതിൽ വെച്ച് കൽക്കിയിൽ നല്ല അടിപൊളി VFXും കാര്യങ്ങളുമാണ്. പിന്നെ ഇപ്പം നമ്മുടെ ലോകയിലൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ കാന്താര, ലാസ്റ്റ് ഇറങ്ങിയ കാന്താര ലെജൻഡ് ഇല്ലേ പുതിയത്, അതിലും നല്ല ക്വാളിറ്റി ഉള്ള VFX കാണാൻ പറ്റി. അപ്പം ഞാനിന്ന് പറയുന്ന VFXനെ കുറിച്ചല്ല, പകരം അനിമേഷൻ മൂവീസ്. ഇന്ത്യയിൽ അനിമേഷൻ മൂവീസ് പറ്റ കുറവാണ്. പക്ഷെ ഇപ്പം ഈ അടുത്ത് ഞാൻ നെറ്റ്ഫ്ലിക്സിൽ ഒരു സീരീസ് കണ്ടു. അതിൻ്റെ ട്രെയിലറൊക്കെ കണ്ടപ്പോൾ ഞാൻ അങ്ങനെ വലിയ സെറ്റപ്പ് ആയിരിക്കും എന്ന് വിചാരിച്ചില്ല. പക്ഷേ അത് കണ്ട് തുടങ്ങിയപ്പോൾ ഞാൻ ഒറ്റ സ്ട്രെച്ചിന് 18 എപ്പിസോഡ് ഉണ്ടായിരുന്നു, അതെല്ലാം ഇരുന്ന് കണ്ടു തീർത്തു. ഒരുപക്ഷെ അതിൻ്റെ കഥ അത്ര എൻഗേജിങ് ആയതുകൊണ്ടായിരിക്കാം. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ അനിമേഷനും അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. കുരുക്ഷേത്ര എന്നാണ് ഇതിൻ്റെ പേര്. നമ്മുടെ മഹാഭാരതം അത് തന്നെയാണ് സംഭവം. മഹാഭാരതത്തിലെ കുരുക്ഷേത്ര യുദ്ധമാണ് കാണിക്കുന്നത്. പക്ഷെ അതിന് എങ്ങനെയാണ് ഈ പാണ്ഡവന്മാർ, മഹാഭാരതത്തിൻ്റെ മൊത്തം ഒരു കഥ എങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് യുദ്ധമാണ്. ആ 18 ദിവസം നടക്കുന്ന ആ വലിയ യുദ്ധമാണ് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത്. പക്ഷെ അതിൻ്റെ ഇടയിൽ നല്ല അടിപൊളിയായിട്ട് ഈ സ്റ്റോറി പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഇതിൽ എനിക്ക് പറയാനുള്ളത്, അതിലെ അനിമേഷൻ അത് മതി. അതേപോലെയുള്ള സാധനങ്ങൾ ഇന്ത്യയിൽ എന്തുകൊണ്ട് വരുന്നില്ല? ആ ഒരു സംഭവം കണ്ടപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അതിൽ അനിമേഷനും അതിൻ്റെ സൗണ്ടാണെങ്കിലും അതിലെ ഡയലോഗ് ഇപ്പം ഡബ് ചെയ്തേക്കുന്നത് ഹിന്ദിയാണെന്ന് തോന്നുന്നത്. പക്ഷെ മലയാളത്തിലൊക്കെ ഡബ് ചെയ്തേക്കുന്നത് നല്ല ക്വാളിറ്റി ആയിട്ട് ഡബ് ചെയ്തിട്ടുണ്ട്. സാധാരണ അങ്ങനെ ചെയ്യുമ്പോൾ ആരെങ്കിലും ഒക്കെ പിടിച്ച്, മലയാളം അറിയില്ലാത്ത ആളെയൊക്കെ പിടിച്ച് എന്തെങ്കിലുമൊക്കെ കാണിച്ച് ചെയ്യുന്നതായിരുന്നു. പക്ഷെ ഇതിലൊക്കെ നല്ല അടിപൊളിയായിട്ട് ഡബും ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നെറ്റ്ഫ്ലിക്സിൽ ട്രെൻഡിങ് ആയിട്ട് ഏറ്റവും ഫസ്റ്റ് തന്നെ കിടക്കുന്നുണ്ടാവും. അത് ഈ സീരീസുകളുടെ ലിസ്റ്റിൽ നമ്പർ 1. അത് കണ്ടിട്ടില്ലേൽ എന്തായാലും എടുത്ത് കാണുക. നല്ല അടിപൊളി കിഡിലനൊരു അനിമേഷൻ സീരീസ് ആയിരിക്കും. നമ്മുടെ മഹാഭാരതമൊക്കെ ശരിക്കും ഒരുപാട് കഥകൾ ഉണ്ടാക്കാൻ പറ്റുന്ന, ഇഷ്ടംപോലെ സിനിമകൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അതിലെ ഏതെങ്കിലും ഒരു ഭാഗം എടുത്തു കഴിഞ്ഞാൽ ഒരു ക്യാരക്ടറെ വെച്ചിട്ട്, ഓരോ ക്യാരക്ടറെ വെച്ചിട്ട് നമുക്ക് പടം എടുക്കാൻ പറ്റും. അതേപോലെയാണ് അതിൻ്റെ കഥകളൊക്കെ ഉള്ളത്. അപ്പോൾ അതുപോലത്തെ ഇനിയും ഒരുപാട് സംഭവങ്ങൾ വരട്ടെ എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വന്നു കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും.